ഡോക്ടർ സ്നേഹ പി സൈമൺ, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ. വൃക്കരോഗമുണ്ട് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുക, എൻ്റെ കാലിൽ നീരില്ലല്ലോ, എൻ്റെ മൂത്രം നന്നായി പോകുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് വൃക്കരോഗമുണ്ട് എന്ന് പറയുക? വൃക്കരോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങളൊന്നും കാണിച്ചെന്ന് വരത്തില്ല. ഈവൻ അഡ്വാൻസ്ഡ് കിഡ്നി ഫെയിലിയർ പോലും സിംറ്റംസ് ഒന്നും കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് വൃക്കകളുടെ രോഗം കണ്ടുപിടിക്കുന്നതിന് വളരെ ആവശ്യമാണ്. ക്രിയാറ്റിനിൻ നോർമൽ ആണെങ്കിൽ കൂടിയും യൂറിൻ അനാലിസിസിൽ പ്രോട്ടീനോ രക്താണുക്കളോ ഉണ്ടെങ്കിൽ വൃക്കരോഗങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. രണ്ട് വൃക്കകളും തകരാറിലാകുമ്പോൾ മാത്രമേ നമ്മുടെ ബ്ലഡിലെ ക്രിയാറ്റിനും യൂറിയയും കൂടുകയുള്ളൂ. ഒറ്റ വൃക്കയെ മാത്രം ബാധിക്കുന്നത് സ്റ്റോൺസ്, ഇൻഫെക്ഷൻസ് എന്നിവയാണ്. പ്രധാനമായിട്ടുള്ള വൃക്കരോഗങ്ങളെല്ലാം തന്നെ ഡയബറ്റിസ് മൂലമുള്ളതോ BP മൂലമോ ക്രോണിക് ഗ്ലോമറുലാർ ഡിസീസോ രണ്ട് വൃക്കകളെയും ഒരുപോലെ ബാധിക്കുന്നവയാണ്. ബാക്ക് പെയിൻ വൃക്കകളുടെ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടുള്ളതാണ്. അത് പക്ഷേ കാണുന്നത് സ്റ്റോൺസിലും ഇൻഫെക്ഷൻസിലുമായിരിക്കും. അഡ്വാൻസ്ഡ് കിഡ്നി ഫെയിലിയർ, ക്രോണിക് കിഡ്നി ഡിസീസ് ബാക്ക് പെയിൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യമുള്ള ഒരാൾക്ക് ഏകദേശം നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷനോ നിർജ്ജലീകരണമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. എന്ന് വെച്ച് അമിതമായി വെള്ളം കുടിച്ചാൽ വൃക്കരോഗം വരില്ല എന്നില്ല. ട്രാൻസ്പ്ലാന്റിൽ പുതിയ കിഡ്നി വെക്കുമ്പോൾ പഴയ കിഡ്നി എടുത്തു മാറ്റിയിട്ടാണോ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യകതയില്ല. പഴയ കിഡ്നി റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ പഴയ കിഡ്നി എടുത്തു മാറ്റി സ്പേസ് ഉണ്ടാക്കേണ്ട, പ്രത്യേകിച്ചും പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിലൊക്കെ ചെയ്യുന്നത്.